ശിരോവസ്ത്രം ധരിച്ചെത്തിയ കന്യാസ്ത്രീയെ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. തിരുവനന്തപുരം നാലാഞ്ചിറ ബദനി സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യലേറ്റിലെ സിസ്റ്റർ സെബയെയാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത്. സിസ്റ്റർ സെബയെ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായി. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ തിരുവനന്തപുരം കാഞ്ഞിരംകുളം ജവഹർ സെൻട്രൽ സ്കൂളിലെത്തിയ സിസ്റ്റർ ഫേബയോട് പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ കുരിശുമാലയും ശിരോവസ്ത്രവും മാറ്റിവെക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പരിശോധനകൾക്ക് തയ്യാറാണെന്നും ശിരോവസ്ത്രം നീക്കുന്നതിനാൽ പരീക്ഷ എഴുതാൻ പ്രത്യേക മുറി അനുവദിക്കണമെന്നും സിസ്റ്റർ ഫേബ അപേക്ഷിച്ചു. എന്നാൽ പരീക്ഷ നടത്തിപ്പ് ചുമതലയുള്ളവർ ഈ സൗകര്യമൊരുക്കാൻ തയ്യാറായില്ല. തുടർന്ന് സിസ്റ്റർ ഫേബ പരീക്ഷ എഴുതാനാകാതെ മടങ്ങുകയായിരുന്നു. ചെക്കിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ വേലിട്ടിട്ട് പരീക്ഷ എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അങ്ങനെ എന്തായാലും അനുവദിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു, എന്നാൽ പിന്നെ വെയിലൂരിട്ട് തന്നെ ഞാൻ പരീക്ഷ എഴുതാം, എനിക്കൊരു പ്രത്യേക മുറി അലോട്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ അവിടെ പരീക്ഷ എഴുതിയ ശേഷം വെയിലിട്ടുകൊണ്ട് തിരിച്ചു വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റാൻഡ് ഇതാണ്, നമുക്ക് വെയിലൂരിട്ട് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വെയിലൂരിട്ട് എന്തായാലും പരീക്ഷ എഴുതാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഏറെ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് പരീക്ഷയ്ക്കെത്തിയതെന്നും പരീക്ഷ എഴുതാനാകാത്തതിൽ വിഷമമുണ്ടെന്നും സിസ്റ്റർ ഫേബ പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ ഈ നിയമം വെച്ച് പോവുകയാണെങ്കിൽ അടുത്ത വർഷം എനിക്ക് എഴുതാൻ പറ്റുകയില്ല. ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത്. കാരണം ചെക്കിംഗ് ഉണ്ടെങ്കിൽ ചെക്കിംഗ് കഴിഞ്ഞിട്ടെങ്കിലും പിന്നെയും പരീക്ഷ എഴുതാമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷേ ഇത് അങ്ങോട്ട് ചെന്നപ്പോൾ അങ്ങനെയും പറ്റിയില്ല എന്ന് പറഞ്ഞപ്പം അതേസമയം സിസ്റ്ററെ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്ത നടപടിക്കെതിരെ പ്രതിഷേധവും ശക്തമായി. നിങ്ങൾ എന്ത് ധരിക്കണം, നിങ്ങൾ എന്ത് ഭക്ഷിക്കണം, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളിത് ഭക്ഷിച്ചോണം, നിങ്ങളിത് ധരിച്ചോണം, അല്ലെ നിങ്ങളിത് ധരിക്കണ്ട. ഇത് പറയാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഗവൺമെൻറ്റിന് പറ്റുമോ? സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട കോടതികൾ വേദനാജനകമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ നമ്മളെ കൂടുതൽ ആകുലരാക്കുന്നു ഇത്തരം കാര്യങ്ങൾ. CBSE പ്രത്യേക സമിതിയെ നിയോഗിച്ച് ഇക്കാര്യങ്ങൾ അടിയന്തരമായി പരിശോധിക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.